ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ആണ് നോക്കുന്നത്. വിങ്സ് ഓഫ് ഹോപ്പ്. ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. കോൺഫിഡൻസ് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. സോറൻ കീർക്കെഗാർഡ് പറഞ്ഞ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? സാധ്യമായ കാര്യങ്ങളോടുള്ള അഭിനിവേശമാണ് പ്രത്യാശ. ആത്മവിശ്വാസം എന്നത് പ്രതീക്ഷയുടെ വർത്തമാനകാലമാണ്. ഇതാണ് കോട്ടിൻ്റെ മലയാളം അർത്ഥം. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി എന്താണെന്ന് ഞാനൊന്ന് ചെറുതായി പറഞ്ഞുതരാം. വളരെ കാലം മുമ്പ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് അവരുടെ ദേവനായ സിയൂസും മറ്റെല്ലാ ദേവന്മാരും ചേർന്ന് പണ്ടോറ എന്ന സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ്. അവളുടെ വിവാഹ ദിനത്തിൽ ദേവന്മാർ അവൾക്ക് ഒരു പെട്ടി നൽകി, ഒരു ഗിഫ്റ്റ്. അതൊരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞു. അത് അടച്ചിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് സന്തോഷം ഉണ്ടാവും, അത് തുറന്നു കഴിഞ്ഞാൽ ആ സന്തോഷമൊക്കെ പോകും എന്നാണ് ദേവന്മാർ പറഞ്ഞത്. പണ്ടോറ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഈ പെട്ടിയിൽ എന്താണെന്ന് അറിയാതെ അവൾക്കൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ആ ടെംപ്റ്റേഷനെ അവൾക്ക് ചെറുക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൾ ആ പെട്ടി തുറന്നു. ദൈവങ്ങൾ എല്ലാ മോശമായ മനുഷ്യഗുണങ്ങളെയും എല്ലാ അസുഖകരമായ വികാരങ്ങളെയും നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളെയും ആ പെട്ടിയിൽ കുടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പണ്ടോറ അത് തുറന്ന ഉടനെ ആ ചീത്ത സംഭവങ്ങളെല്ലാം, ആ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറന്നു വന്നു, ലോകമെമ്പാടും വ്യാപിച്ചു, ലോകത്തിലേക്കൊക്കെ സ്പ്രെഡായി. അങ്ങനെ ലോകത്തിൽ വേദനയും കഷ്ടപ്പാടും അത്യാഗ്രഹവും കോപവും ദുഃഖവും എല്ലാം ഉണ്ടായി. പണ്ടോറയ്ക്ക് വളരെ സങ്കടമായി. ഇതെല്ലാം ലോകം മുഴുവൻ വ്യാപിച്ചില്ലേ, അത് ഈ പണ്ടോറ കാരണമാണല്ലോ. അവൾ പെട്ടെന്ന് തന്നെ പെട്ടിയുടെ മൂടി അടച്ചു വെച്ചു. എന്നിട്ട് ആ പെട്ടിയുടെ അരികിലിരുന്ന് മുട്ടുകുത്തിയിരുന്ന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചിറകിങ്ങനെ അടിക്കുന്ന ശബ്ദം അവൾ കേട്ടു. അത് അവളോട് ഇങ്ങനെ ദയോടെ ചോദിക്കുന്നതായിട്ട് തോന്നുവാണ്. ഒരു ശബ്ദത്തിൽ ദയോടെ സംസാരിക്കുന്നതായി തോന്നി. അവൾ പിന്നെയും മൂടി തുറന്നു. ഇത്തവണ എന്തായിരുന്നു? നെഗറ്റീവ് സംഭവങ്ങളൊന്നും അല്ലായിരുന്നു വന്നത്. സ്വർണം പോലെ തിളങ്ങുന്ന മനോഹരമായ ചിറകുകൾ പറത്തി പെട്ടിയിൽ നിന്നും പുറത്തു വന്നത് ആരാ? ഹോപ്പ് എന്ന സുന്ദരിയായ ഒരു കൊച്ചു മാലാഖയായിരുന്നു. ഇത്രയും നെഗറ്റീവ് സംഭവങ്ങളും ദുരിതങ്ങളുമെല്ലാം ലോകത്തിലേക്ക് വ്യാപിച്ചപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്, ലോക ജനതയെ ആശ്വസിപ്പിക്കാനായിട്ട് ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു മാലാഖയാണ് പെട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നതല്ലേ. അപ്പം നമ്മളുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലായ്പ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാൻ പ്രത്യാശ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. പണ്ടോറ ലോകത്തിന് വലിയ വേദന ഉണ്ടാക്കിയെങ്കിലും അവൾ നമുക്ക് പ്രത്യാശയും നൽകി. ഇനി നമുക്ക് എമിലി ഡിക്കിൻസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം പഠിക്കാം. ആദ്യം ഒന്ന് റിസൈറ്റ് ചെയ്ത് തരാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. എമിലി ഡിക്കിൻസൺ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് perches in the soul and sings the tune without the words and never stops at all. And sweetest in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. ഈ കവിതയിൽ എമിലി ഡിക്കിൻസൺ ഹോപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പ്രതീക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പ്രതീക്ഷ എന്നത് തൂവലുകളുള്ള ഒന്നാണ്. തൂവലുകൾ ആർക്കാ ഉള്ളത്? പക്ഷികൾക്കാണല്ലേ. അപ്പോൾ പക്ഷികളോടാണ് ഹോപ്പിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ദാറ്റ് perches in the soul, അത് ആത്മാവിൽ വസിക്കുന്നു. ആത്മാവിലാണ് ഈ പ്രതീക്ഷയുള്ളത്. perches എന്ന് പറഞ്ഞാൽ അർത്ഥം സിറ്റ് എന്നുള്ളതാണ്. perchesന്റെ ഓപ്പോസിറ്റ് എന്താ? ഫ്ലൈ അല്ലേ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ്, വാക്കുകളില്ലാതെ അത് ഗാനം ആലപിക്കുന്നു, പാട്ടുകൾ പാടുന്നു. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ, അതൊരിക്കലും നിലയ്ക്കുന്നില്ല. നമ്മുടെ ആത്മാവിലുള്ള ഈ പ്രതീക്ഷ ഒരിക്കലും വറ്റിപ്പോകാറില്ല. പക്ഷികളൊക്കെ എങ്ങനെയാ? വാക്കുകൾ പോലും ഇല്ല അവർക്ക്, എന്നിട്ടും കൂടി നല്ല മനോഹരമായ പാട്ടുകൾ അവർ പാടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതീക്ഷയും. നമ്മളെ എൻകറേജ് ചെയ്യും, ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റാൻസ് നോക്കാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം that could abash the little bird that kept so many warm. എമിലി ഡിക്കിൻസൺ ഈ സ്റ്റാൻസയിൽ കാറ്റെന്നും കൊടുങ്കാറ്റെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാറ്റും കൊടുങ്കാറ്റും നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അങ്ങനെ വരുന്ന സമയത്തും പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു, പ്രതീക്ഷ നൽകുകയാണ് ചെയ്യുന്നത്.
എത്രയൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഹോപ്പ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല, അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. പ്രതീക്ഷയുടെ ഈ പാട്ട് ഏറ്റവും തണുപ്പുള്ള പ്രദേശത്തും ഏറ്റവും വിചിത്രമായ കടലിലും അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോപ്പ് ഒരിക്കലും സെൽഫിഷ് അല്ല, അതൊരിക്കലും നമ്മളിൽ നിന്ന് ഒരു കാര്യവും ഡിമാൻഡ് ചെയ്യില്ല, ഒരു കാര്യവും വേണമെന്ന് പറയില്ല. അത് നമ്മളെ എപ്പോഴും പ്രത്യാശയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കും. ഹോപ്പ് ഒരിക്കലും സെൽഫിഷ് അല്ല. മൊത്തത്തിലുള്ള ഒരു മീനിങ് എന്താണ്? നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രത്യാശയുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും എന്ത് തന്നെ ആയാലും അതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. പ്രതീക്ഷ എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു മെസ്സേജ്. പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.